തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ വിവാദ കല്ലറ നാളെ പൊളിച്ച പരിശോധന നടത്തും. ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് കല്ലറ പൊളിക്കാൻ തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത്. കുടുംബത്തിന്റെ ഹർജിയിൽ കോടതി സർക്കാരിന് നോട്ടീസ് അയച്ചു. തിരുവനന്തപുരത്ത് കൂടുതൽ വിശദാംശങ്ങളുമായി ഷെഫീദ് റാവുത്തർ തത്സമയം ചേരുകയാണ്. ഷെഫീദ്, എന്തായാലും നാളെ ക്ലൈമാക്സ് പറയൂ. ഉറപ്പായിട്ടും വിചിത്രമായ ഒരു നാടകത്തിന്റെ ക്ലൈമാക്സ് ഒരു പക്ഷേ നമുക്ക് നാളെ പ്രതീക്ഷിക്കാം. ആ വിശ്വാസം, അന്ധവിശ്വാസം, ആചാരം ഇതൊക്കെ കൂട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ കൂട്ടി മറിഞ്ഞു കിടക്കുന്ന ഒരു സംഭവത്തിൽ അതിന് നിയമപരമായിട്ടുള്ള വസ്തുത തേടുകയായിരുന്നു നെയ്യാറ്റിൻകര പോലീസ് ചെയ്തത്. പക്ഷേ പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടായി. ഒടുവിൽ ഭാര്യ സുലോചന, നമ്മുടെ ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചനയുടെ ഹർജിയിലാണ് ഹൈക്കോടതിക്ക് മുൻപിൽ ഈ വിഷയമെത്തുന്നത്. ഹൈക്കോടതി നിയമപരമായി തന്നെ മുന്നോട്ട് പോകാം എന്ന് പോലീസിനും ജില്ലാ ഭരണകൂടത്തിനും അനുമതി നൽകി. എസ്കെൻ, ഈ വിഷയത്തിന്റെ മുഴുവൻ ഒരു രത്നച്ചുരുക്കം പോലെ നമുക്ക് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ആറാലുമൂടിനടുത്തെ ഈ സ്ഥലത്ത് നിന്ന് ഈ വാർത്ത പൊങ്ങി വരുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ നാട്ടുകാരുടെ ഇടപെടൽ, കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് തൻ്റെ പിതാവായിട്ടുള്ള ഗോപൻ സ്വാമിക്ക് സമാധിയിലേക്ക് പോകാൻ സമയമായെന്ന് അദ്ദേഹം പറഞ്ഞുവെന്നും അദ്ദേഹം താനെ ഇറങ്ങി നടന്ന സമാധി മണ്ഡപത്തിലേക്ക് എത്തി സമാധിയിരുന്നു. ശേഷം മണിക്കൂറുകൾ നീണ്ട പൂജാകർമ്മങ്ങൾ, ഒടുവിൽ നമ്മൾ ഈ പറയുന്ന ബ്രഹ്മമുഹൂർത്തം എന്ന് പറയപ്പെടുന്ന സമയത്ത് അച്ഛൻ സമാധിയിലേക്ക് പോയി എന്നുള്ളതാണ് മക്കൾ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾക്ക് മുൻപിലും പോലീസിനും പറഞ്ഞ കാര്യം. അതിനുശേഷം വെള്ളിയാഴ്ച പുലർച്ചയോടുകൂടി ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നു ആ നാട്ടിൽ. ആ പോസ്റ്ററിൽ പറഞ്ഞത് ഗോപൻ സ്വാമി സമാധിയായി എന്നുള്ളതാണ്. അതിനുശേഷം നാട്ടുകാർ ഈ വിഷയത്തിൽ ചില സംശയങ്ങൾ ആരോപിക്കുന്നു. വിശ്വംഭരൻ എന്ന് പറയപ്പെടുന്ന അയൽവാസി ആദ്യം പരാതിയുമായി രംഗത്തെത്തുന്നു. നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ കീഴിലുള്ള പോലീസ് ഇക്കാര്യത്തിൽ മിസ്സിംഗ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നു. അതൊരു മിസ്സിംഗ് കേസാണ്. നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള ഗോപൻ എന്നയാളെ കാണാനില്ല. അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്തണം. കുടുംബം പറയുന്നു സമാധിയായി, ഒരു കോൺക്രീറ്റ് കെട്ടണം, സമാധി പീഠമെന്ന് അവർ പറയുന്നു. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് അതൊരു കോൺക്രീറ്റ് ഒരു ഭാഗം മാത്രമാണ്. അവിടെ അദ്ദേഹം ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ ഗോപൻ സ്വാമിക്ക് എന്ത് പറ്റി എന്ന നിയമപരമായ അന്വേഷണത്തിന് കുടുംബം തടസ്സം നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. വെള്ളിയാഴ്ച വൈകിട്ടോടുകൂടി മിസ്സിംഗ് കേസ് എടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആദ്യം കുടുംബാംഗങ്ങളിൽ നിന്ന് മൊഴി തേടിയപ്പോൾ ഈ രീതിയിലുള്ള മൊഴിയാണ് മക്കളും ഭാര്യയും മരുമകളും അടക്കം പറഞ്ഞ കാര്യം. പക്ഷേ അതിലൊക്കെ വിചിത്രമായ സംഭവങ്ങൾ അരങ്ങേറിയതിന് പിന്നാലെ പോലീസ് ഈ കല്ലറ പൊളിച്ച് പരിശോധിക്കാൻ, അതല്ലെങ്കിൽ ഈ സമാധി പൊളിച്ച് പരിശോധിക്കാനുള്ള നീക്കത്തിലേക്ക് കടന്നു. അതാണ് മിനിഞ്ഞാന്ന് നമ്മൾ കണ്ടത്. അതിനാടകീയമായിട്ടുള്ള സംഭവങ്ങൾ, ആ ബന്ധുക്കൾ പറഞ്ഞ ചില കാര്യങ്ങളിലൊക്കെ വൈരുദ്ധ്യങ്ങൾ. ഇതോടുകൂടി ഈ വിഷയം മറ്റൊരു തരത്തിലേക്ക്, മറ്റൊരു പോളറൈസേഷനിലേക്ക് കാര്യങ്ങൾ പോയി. കല്ലറ പൊളിക്കണമെന്ന് പറയുന്ന ഒരു വിഭാഗം, കല്ലറ പൊളിക്കരുത് എന്ന് പറയുന്ന വിഭാഗം. ചില ഹൈന്ദവ സംഘടനകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട കല്ലറ പൊളിക്കുന്നതിന് മുൻപ് കുടുംബത്തിന് സമയം കൊടുക്കണം, അവർക്ക് നോട്ടീസ് നൽകണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു. ഒടുവിൽ ആദ്യ നീക്കത്തിൽ നിന്ന് ജില്ലാ ഭരണകൂടവും പോലീസും പിന്മാറുന്നു. ശേഷം ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചന കല്ലറ പൊളിക്കരുതെന്നുള്ള ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഇന്ന് ഹൈക്കോടതി നടത്തിയ ചില ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ചില നിരീക്ഷണമുണ്ട്, ഉയർത്തിയ ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ ഒന്നാമത്തേത്, എവിടെ ഗോപൻ സ്വാമിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, അദ്ദേഹത്തിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്നുള്ളതായിരുന്നു കോടതി ഉയർത്തിയ ആദ്യ ചോദ്യം. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണം എന്നുള്ള കാര്യത്തിൽ നിയമ നടപടിയുമായി പോലീസിന് മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ള കാര്യം കോടതി നിലപാടായി അറിയിക്കുന്നു. സമാധി പൊളിക്കാനുള്ള ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. ഇപ്പോൾ നടക്കുന്നത് സ്വാഭാവിക നടപടിക്രമമെന്ന് കോടതി പറഞ്ഞു. നിലവിൽ അന്വേഷണം നിർത്തിവെക്കാനോ നീട്ടിക്കൊണ്ടുപോകാനോ ആവില്ലെന്ന് കോടതി പറഞ്ഞു. ഹർജിയിൽ മറുപടി നൽകാൻ സർക്കാർ നോട്ടീസും നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷം നടക്കുന്ന ഒരു മീറ്റിംഗിനെ കുറിച്ച് കൂടി പറയാം. അതായത് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ നീക്കം ഉണ്ടായതോടുകൂടി തിരുവനന്തപുരം ജില്ലാ ഭരണകൂടവും നെയ്യാറ്റിൻകര പോലീസും വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടത്തുകയാണ്. കല്ലറ നാളെ പൊളിക്കും എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെ ജില്ലാ ഭരണകൂടവും പോലീസുമുണ്ട്. ഇനിയുള്ളത് ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ അത് തടയാൻ വേണ്ടിയിട്ടുള്ള ചില മുൻകരുതലാണ്. ഒരുപക്ഷെ നാളെ പുലർച്ചയോടുകൂടി തന്നെ പോലീസ് വിന്യാസം അത് ഈ സംഭവ സ്ഥലത്ത്, സമാധി എന്ന് പറയുന്ന ആ സ്ഥലത്ത്, ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്ത് പോലീസ് നടപ്പിലാക്കും. അതിനുശേഷം കല്ലറ പൊളിച്ച് ഏതാണ്ട് 8 മണിക്ക് ശേഷമായിരിക്കാം ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി പോസ്റ്റ്മോർട്ടത്തിന് മൃതദേഹം കൊണ്ടുപോകും. അപ്പോൾ നമുക്കറിയാം ഇനി ഇതിലെ ഒരു ക്ലൈമാക്സ്, ഒരു ആകാംക്ഷ എന്ന് പറയുന്നത് ഇപ്പോൾ എടുത്തിരിക്കുന്നത് മിസ്സിംഗ് കേസാണ്. ആ മിസ്സിംഗ് കേസ് മിസ്സിംഗ് FIR, മർഡർ FIR ആയി മാറുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ മരണം ആ സമാധി പീഠത്തിനകത്ത് വെച്ചാണ് സംഭവിച്ചതെങ്കിൽ സ്വാഭാവികമായും വീണ്ടും ദുരൂഹതയേറും. മർഡർ സാധ്യത പരിശോധിച്ച് തന്നെ പോലീസ് അന്വേഷണം നടത്തും. അതാണ് നിയമപരമായ നീക്കം. സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ലൈമാക്സ് നാളെ ഉണ്ടാകും. നാടകീയ സംഭവങ്ങളും പ്രതീക്ഷിക്കാം. എന്നാലും നാളെ കാണാം ഷെഫീദ് റാവുത്തർ എന്തൊക്കെ സംഭവിക്കുന്നുള്ളൂ. താങ്ക് യു.